ഹായ്, ഞാൻ അനുദീപ്. ഉറങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഉറങ്ങിയാൽ പരീക്ഷയിൽ മാർക്ക് കൂടുതൽ നേടാൻ സാധിക്കുമോ? പറ്റും എന്നാണ് ഇൻക്യുബേഷൻ തിയറി നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ പവർഫുൾ ആയ ഒരു ലേണിംഗ് ടെക്നിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല പരീക്ഷകളിലും ടോപ്പ് റാങ്ക് നേടാൻ എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ട ടെക്നിക്കാണിത്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്ത് അവർക്കും നല്ല റിസൾട്ട് മാർക്കിന്റെ കാര്യത്തിലും റാങ്കിന്റെ കാര്യത്തിലും നേടിയെടുക്കാൻ സാധിച്ച ഒരു ടെക്നിക്കും കൂടിയാണിത്. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇത് കൃത്യമായി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും വേണം. സമയം കുറവുള്ള ആൾക്കാർക്ക് വേണ്ടി ഇതിന്റെ ഒരു ഷോർട്ട് വേർഷൻ ഞാൻ പറയാം. അതിനുശേഷം ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനും ഞാൻ പറയാം. ഷോർട്ട് വേർഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു സബ്ജക്ട് ഡിഫിക്കൽട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ MCQs സോൾവ് ചെയ്യുന്ന ഡിഫിക്കൽട്ട് ആണെങ്കിൽ, ആൻസർ റൈറ്റിംഗ് ഡിഫിക്കൽട്ട് ആണെങ്കിൽ, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് കൃത്യമായും ഒരു 10 ചോദ്യം ആ മേഖലയിൽ നിന്നും വർക്കൗട്ട് ചെയ്തിട്ട് കിടന്നുറങ്ങുക. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്ട്, ആ എക്സാം, അതിലുള്ള നിങ്ങളുടെ പെർഫോമൻസ് കൂടുന്നത് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെർഷനിലേക്ക് പോവാം. നമ്മുടെ ഈ തലച്ചോറ് എന്ന് പറയുന്നത് അത് നമ്മൾ ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ഓർഗനാണ്. ഇറ്റ് ഇസ് കണ്ടിന്യൂസ്ലി വർക്കിംഗ് ഫോർ അസ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നന്നായിട്ട് ഉറങ്ങുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻസ് അനലൈസ് ചെയ്ത് ഡോട്ടുകൾ കണക്ട് ചെയ്ത് നമ്മുടെ ലൈഫിനെ കൂടുതൽ ഈസി ആക്കാനും ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിനിന്റെ ഈ ഒരു സവിശേഷതയെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. പല സയന്റിഫിക് ഡിസ്കവറീസും സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഉറങ്ങുമ്പോഴാണ്. നമുക്കറിയാം, കെക്കൂലെ ബെൻസീന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് കണ്ടെത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഉറങ്ങുന്ന സമയത്താണ് കാർബൺ ആറ്റംസ് ഇങ്ങനെ വന്നിട്ട് ഒരു പാമ്പിനെ പോലെ വാലിൽ കടിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടു. അങ്ങനെ ബെൻസീന്റെ സ്ട്രക്ചർ അദ്ദേഹം കണ്ടെത്തുന്നത്. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ എല്ലാവർക്കും അറിയാലോ. ആ പീരിയോഡിക് ടേബിളിന്റെ സ്ട്രക്ചർ കണ്ടെത്താൻ അദ്ദേഹത്തിന് സഹായിച്ചതും അദ്ദേഹം കണ്ടൊരു സ്വപ്നമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ശ്രീനിവാസ രാമാനുജൻ അദ്ദേഹവും പലപ്പോഴും പല കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിന്റെയും സൊല്യൂഷൻ അദ്ദേഹത്തിന്റെ ഡ്രീംസിൽ നിന്നും അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കിട്ടിയ സൊല്യൂഷൻ ആണെന്ന് അദ്ദേഹം പറയുന്നതായിട്ടുള്ള പല റെക്കോർഡ്സും ഉണ്ട്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെ അലട്ടുന്ന ഒരു പ്രോബ്ലം, അത് അക്കാഡമിക്കലായിക്കോട്ടെ അല്ലെങ്കിൽ ഈവൻ പേഴ്സണൽ പ്രശ്നമാണെങ്കിൽ പോലും, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം അത് കോണ്ടംപ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിനെപ്പറ്റി ആലോചിക്കുകയാണെങ്കിൽ, നമ്മുടെ തലച്ചോറിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ഈ ഒരു പ്രശ്നമുണ്ട്, നീ അത് സോൾവ് ചെയ്യും. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും ഒക്കെ ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും. ഇത് നിങ്ങളുടെ പഠനത്തിൽ സ്റ്റഡീസിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കുതിച്ചുയരും. ഡെയിലി ഒന്ന് മോക്ക് ടെസ്റ്റ് എഴുതുന്ന കാര്യം പല വിദ്യാർത്ഥികളെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഡെയിലി 10 ചോദ്യം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ, എന്ത് ചോദ്യം ആയിക്കോട്ടെ. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ ഏറ്റവും കുഴപ്പിക്കുന്ന വിഷയത്തിലെ ഒരു 10 ചോദ്യങ്ങൾ, അത് ചിലപ്പോൾ മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ആയാലും കുഴപ്പമില്ല, പല വിഷയങ്ങളിൽ നിന്നുള്ള 10 ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അത് ഒരു ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യണമെന്നില്ല. ഒരു ചോദ്യം വർക്കൗട്ട് ചെയ്യുക, അതിന്റെ ആൻസർ നോക്കുക. അടുത്ത ചോദ്യം വർക്കൗട്ട് ചെയ്യുക, അതിന്റെ ആൻസർ നോക്കുക. ആ ചോദ്യം തെറ്റിപ്പോയെങ്കിൽ എന്തുകൊണ്ടാണ് തെറ്റിയതെന്ന് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തണം. ഒന്നുകിൽ എലിമിനേഷൻ ടെക്നിക്സ് ശരിക്കും യൂസ് ചെയ്യാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിൽ നോളജ് കുറവുള്ളതുകൊണ്ടാവാം, അല്ലെങ്കിൽ ചോദ്യം വായിച്ചപ്പോൾ ചില കീവേഡുകൾ നമ്മൾ മിസ് ഔട്ട് ആക്കിയതാവാം, അല്ലെങ്കിൽ നമ്മൾ ആ ചോദ്യത്തിന് അപ്രോച്ച് ചെയ്യുന്ന രീതിയാവാം. അതൊന്ന് കോണ്ടംപ്ലേറ്റ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് എടുത്ത് ആലോചിക്കുക, എന്തുകൊണ്ടായിരിക്കാം എനിക്ക് അത് ചോദ്യം തെറ്റിയത്. അതുപോലെ തന്നെ ഒരു ചോദ്യം ശരിയാക്കുമ്പോഴേ നിങ്ങൾ ചിന്തിക്കണം, ഈ ചോദ്യം ശരിയാക്കാൻ എനിക്ക് സാധിച്ചത് എങ്ങനെയാണ്. ഈ ഒരു സൈക്കോ അനാലിസിസ് നിങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ കൃത്യമായി നടത്തുക. ഇത് ചെയ്യാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് മതിയായിരിക്കും. പക്ഷേ ഈ ഒരു എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ തലച്ചോറിനെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 10-15 വർഷമാണ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കുക. എനിക്ക് പലപ്പോഴും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള സബ്ജക്റ്റുകൾ, ആ സബ്ജക്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ സാധിച്ചത്, അതിൽ നല്ല രീതിയിൽ പഠിക്കാൻ സാധിച്ചതും ഈ ഒരു ടെക്നിക്കും കൂടെ അവിടെ ഉപയോഗിച്ചത് കൊണ്ടാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ്. വെറുതെ ഒരു ടോപ്പിക് എന്നിട്ട് പഠിപ്പിക്കുക മാത്രമല്ല, അത് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അതിനെ എങ്ങനെ പരുവപ്പെടുത്തണം, ഈ രീതിയിലുള്ള ട്രെയിനിങ്ങും നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽസ് വഴി നിങ്ങൾക്ക് തരുന്നുണ്ട്. ടെലിഗ്രാമിലെ മെമ്പേഴ്സ് ആവാൻ എല്ലാവരും ശ്രമിക്കുക. ഡെയിലി രാവിലെ അവിടെ ഫ്രീ മോക്ക് ടെസ്റ്റ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി PSC നടത്തുന്നുണ്ട്. ആ മോക്ക് ടെസ്റ്റ് മാത്രം യൂട്ടിലൈസ് ചെയ്താലും നല്ല രീതിയിൽ നിങ്ങൾക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ PSCയുടെയും 10th +2 ലെവൽ PSCകളുടെയും ബാച്ചുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സൈസ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ, സബ് ഇൻസ്പെക്ടർ, ഇത്തരത്തിലുള്ള എല്ലാ പരീക്ഷകൾക്കുമുള്ള കോച്ചിങ് വളരെ മിതമായ നിരക്കിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാം വഴിയോ അല്ലെങ്കിൽ വിളിച്ചോ ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. വെറുതെ പഠിപ്പിച്ച് വിടുകയല്ല, ഇത്തരത്തിലുള്ള ലേണിംഗ് ടെക്നിക്സും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ജസ്റ്റ് ഒരു കോച്ചിങ് അല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്.
ആ ഒരു പരീക്ഷ പഠിച്ച് പാസ്സാവാൻ പ്രാപ്തമായ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോ കോഴ്സിന്റെ പർപ്പസ്. അവിടെ സിലബസ് അധിഷ്ഠിതമായി ഓരോ ടോപ്പിക്കും പഠിപ്പിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും ടെക്നിക്കുകളും ലേണിംഗ് മെത്തഡോളജീസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളൊരു പ്രോമിസ് തരണം, ഇന്ന് തന്നെ ഈ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത്. ഇന്ന് തന്നെ 10 MCQs രാത്രിയിൽ ഇന്ന് വർക്കൗട്ട് ചെയ്തോണം. കമന്റ് ചെയ്യൂ, 10 MCQ എന്ന് കമന്റ് സെക്ഷനിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അത് നിങ്ങൾ അതുപോലെ ഞാൻ അഫേം ചെയ്ത കാര്യം അതുപോലെ തന്നെ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരാഴ്ച ഈ ഒരു പ്രോസസ്സിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ലൈഫ് ലോങ് അല്ലെങ്കിൽ ഈ അക്കാഡമിക് ജേർണിയിൽ ത്രൂ ഔട്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യും. കാര്യം അത്രയും മാജിക്കലാണ്, പവർഫുൾ ആണ് ഈ ടെക്നിക്കിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട വ്യക്തിക്കും ഈ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ലെറ്റ് ദം നോ ദാറ്റ് യു കെയർ ഫോർ ദാറ്റ് പേഴ്സൺ. താങ്ക് യു.